ഈ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്താൽ ഒരു റെഫറൻസ് നമ്പർ ലഭിക്കും. ആ നമ്പർ എഴുതിയെടുക്കാൻ മറക്കരുത്. ഭാരതത്തിലെ 10 കോടിയിലധികം സ്ത്രീകളെ പുകചുറ്റിയ അടുക്കളകളിൽ നിന്നും ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ വീഡിയോ. പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ ജനക്ഷേമ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ പദ്ധതിയിലേക്ക് ആർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക, എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക, എങ്ങനെയാണ് അപേക്ഷിക്കുക, എന്തൊക്കെ രേഖകളാണ് ആവശ്യമുള്ളത് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. വിറകും ഉണക്കിയ ചാണകവും കാർഷിക അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് അടുപ്പ് കത്തിച്ച് പാചകം ചെയ്ത് ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്ന പാവപ്പെട്ട സ്ത്രീകളെ പുകയിൽ നിന്നും കരിയിൽ നിന്നും രക്ഷിച്ചെടുത്ത പദ്ധതിയാണിത്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് യോഗ്യത നേടിയവർക്ക് 2050 രൂപയുടെ സഹായമാണ് ആകെ ലഭിക്കുന്നതെങ്കിലും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം തന്നെയാണ്. 2050 രൂപ എന്ന് പറയുമ്പോൾ 14.2 കിലോ ഗ്യാസ് സിലിണ്ടറിന്റെ ഡെപ്പോസിറ്റ് തുകയായ 1700 രൂപ പ്ലസ് പ്രഷർ റെഗുലേറ്ററിന്റെ വിലയായ 150 രൂപ പ്ലസ് LPG ഹോസിന്റെ വിലയായ 100 രൂപ പ്ലസ് കൺസ്യൂമർ കാർഡിന്റെ വില 25 രൂപ പ്ലസ് പരിശോധന, ഇൻസ്റ്റലേഷൻ, ഡെമോൺസ്ട്രേഷൻ ചാർജുകൾ ഉൾപ്പെടെ 75 രൂപയടക്കം ആകെ 2050 രൂപയുടെ ആനുകൂല്യമാണ് ലഭിക്കുക. 5 കിലോയുടെ സിലിണ്ടർ ആണെങ്കിൽ ഡെപ്പോസിറ്റ് തുകയായി 950 രൂപയാണ് വരിക. ഇതിനു പുറമെ സൗജന്യമായി ഗ്യാസ് സ്റ്റൗ കൂടി ലഭിക്കുന്നുണ്ട്. ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികൾ അവരുടെ ഡെപ്പോസിറ്റ് രഹിത കണക്ഷനുകളോടൊപ്പം സൗജന്യമായാണ് ഗ്യാസ് സ്റ്റൗ നൽകുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് LPG കണക്ഷനുകൾ നൽകുന്നതിനായി, അഥവാ മോദി സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളിൽ ഒന്നായ PM ഉജ്ജ്വല യോജനയിലൂടെ LPG കണക്ഷൻ നൽകാനായി 9200 കോടി രൂപ അനുവദിച്ചിരുന്നു. മുൻ വർഷങ്ങളെക്കാളും 100 കോടി രൂപ അധികം. 2025-26 സാമ്പത്തിക വർഷത്തിൽ 25 ലക്ഷം അധിക കണക്ഷനുകൾ കൂടി അനുവദിക്കാൻ സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. ദാരിദ്ര്യരേഖയിൽ താഴെയുള്ള 8 കോടി സ്ത്രീകളെ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതി ഇതുവരെ 10.56 കോടി സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി കഴിഞ്ഞിരിക്കുന്നു. പദ്ധതിയിലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പാചകവാത സിലിണ്ടറും അടുപ്പും ഡിപ്പോസിറ്റില്ലാതെ തികച്ചും സൗജന്യമായാണ് ലഭിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അഥവാ BPL കുടുംബങ്ങളിലെ 18 വയസ്സ് പൂർത്തിയായ സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ഈ പദ്ധതിയിലൂടെ LPGയുടെ സബ്സിഡി തുക നേരിട്ട് DBT വഴി ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നതിനായി 1500 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. 14.2 കിലോഗ്രാമിന്റെ ഒരു സിലിണ്ടറിന് 300 രൂപയാണ് സബ്സിഡിയായി ലഭിക്കുക. വർഷത്തിൽ 9 സിലിണ്ടറുകൾക്ക് വരെ ഇത്തരത്തിൽ സബ്സിഡി ലഭിക്കും. 2016 മെയ് മാസത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ കോടിക്കണക്കിന് സ്ത്രീകളുടെ ജീവിതം മാറ്റിമറിച്ച പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ അപേക്ഷകയുടെ ആധാർ കാർഡ് ഉൾപ്പെടെ കുടുംബത്തിലെ പ്രായപൂർത്തിയായ എല്ലാവരുടെയും ആധാർ കാർഡ്, BPL റേഷൻ കാർഡ് അല്ലെങ്കിൽ BPL സർട്ടിഫിക്കറ്റ്, സബ്സിഡി തുക ലഭിക്കുന്നതിനായി ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയാണ്. കുടുംബാംഗങ്ങൾക്ക് ആർക്കും LPG കണക്ഷൻ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന നിബന്ധന കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഉണങ്ങിയ ചാണകം, കൽക്കരി, വിറക്, കാർഷിക അവശിഷ്ടങ്ങൾ തുടങ്ങിയവ കത്തിച്ച് പാചകം ചെയ്യുമ്പോൾ വീടിനകത്തുണ്ടാകുന്ന ഗുരുതരമായ വായു മലിനീകരണം മൂലം സ്ത്രീകൾക്കും കുട്ടികൾക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ളവ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വസിക്കുന്നത് മൂലം ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നാണ് സ്ത്രീകളെയും കുട്ടികളെയും PM ഉജ്ജ്വല യോജന സംരക്ഷിച്ചെടുക്കുന്നത്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന SC/ST കുടുംബങ്ങൾ, PMAY ഗുണഭോക്താക്കൾ, AAY ഗുണഭോക്താക്കൾ, വനവാസികൾ, തോട്ടം തൊഴിലാളികൾ, നദീതടങ്ങളിൽ ജീവിക്കുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ ഒരു പരിധിവരെ സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ വിറക് കത്തിക്കുമ്പോഴും വിറകിനായി മരങ്ങൾ മുറിക്കുമ്പോഴും ഉണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും കഴിയുന്നു. മാത്രമല്ല, വിറകുണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടും സമയനഷ്ടവും ഇതിലൂടെ പരിഹരിക്കപ്പെടുന്നു. അടുത്തതായി ഈ പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. പ്രസ്തുത പദ്ധതിയിലേക്ക് 2 രീതിയിൽ അപേക്ഷിക്കാം. 1, അടുത്തുള്ള ഗ്യാസ് ഏജൻസിയിൽ പോയി നേരിട്ട് അപേക്ഷിക്കാം. 2,
pmui.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ആദ്യം നേരിട്ട് അപേക്ഷിക്കുന്നതിനായി ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി pmui.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോവാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ഡോക്യുമെന്റ്സ് റിക്വയർഡ്, ബെനിഫിറ്റ്സ് ടു കസ്റ്റമേഴ്സ്, ഫോംസ് എന്നീ 4 ഓപ്ഷനുകൾ കാണാം. ഇതിൽ ഫോംസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിലേക്ക് പോകുക. ഇവിടെ നിന്ന് 2 ലാംഗ്വേജുകളിലുള്ള KYC ഫോം ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതായത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും. ഏതാണോ വേണ്ടത് അത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇനി നമുക്ക് ഇതിലേക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ഓൺലൈനിൽ അപേക്ഷിക്കുന്നതിനായി pmui.gov.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും അടിയിലായി അപ്ലൈ ഫോർ ന്യൂ ഉജ്ജ്വല 2.0 കണക്ഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ഗ്യാസാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകി OTP വഴി ലോഗിൻ ചെയ്തതിന് ശേഷം പേര്, വിലാസം, ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും കൃത്യമായി പൂരിപ്പിക്കുക. ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പായി ആവശ്യമായ രേഖകൾ, അതായത് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് മുതലായവ സ്കാൻ ചെയ്ത് ഗാലറിയിൽ സേവ് ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ തത്സമയം അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നറിയാമല്ലോ. ഓക്കെ, ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ഈ രേഖകളെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ ഒരു റെഫറൻസ് നമ്പർ ലഭിക്കും. ആ നമ്പർ എഴുതിയെടുക്കാൻ മറക്കരുത്. അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനും മറ്റുമായി ഈ നമ്പർ ഉപകാരപ്പെട്ടേക്കാം. അപേക്ഷയുടെ പ്രിൻ്റ് അസൽ രേഖകളുമായി ഗ്യാസ് ഏജൻസി സന്ദർശിച്ച് നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. സ്വന്തമായി ഓൺലൈനിൽ അപേക്ഷിക്കുന്നതിന് വിശദമായി കാണിച്ചു തരുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചാനൽ കയറി കാണാവുന്നതാണ്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, സ്വയം അപേക്ഷിക്കാൻ കഴിയാത്തവർക്ക് അക്ഷയ സെൻ്ററുകളിലൂടെയും അപേക്ഷിക്കാവുന്നതാണ്. താങ്ക് യു. മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.